ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഗോവിന്ദ ഗോവിന്ദ. വീണ്ടും ഒരു സത്സംഗം. ധാരാളം ഭക്തന്മാര് പല ദിക്കുകളിൽ പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, ബ്രാഹ്മണരുടെ കർമ്മങ്ങള്, ഋഷീശ്വരന്മാരുടെ തപസ്, ഇതൊക്കെയാണ് ഈ കലികാലത്തും നമ്മളെ ഇന്നെല്ലാവരെയും കൂടി ചേർത്തിരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ചിന്ത ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവരുടെയൊക്കെ ആ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ഏറ്റവും കൂടുതൽ ആധ്യാത്മികമായിട്ടുള്ള പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും ശാസ്ത്ര പഠനങ്ങളും ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും നമ്മളുടെ ഈ സ്വഭാവ രീതിക്ക് നമുക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. എന്തേ അങ്ങനെ വരാൻ കാരണം? വികൃതി നൈവ ഗച്ഛന്തി സംഗദോഷേണ സാധവ ആവേഷ്ടിതം മഹാസർപ്പൈ ചന്ദനം ന വിഷായത്തെ. വികൃതിം നൈവ ഗച്ഛന്തി, വികൃതിം ന ഏവ ഗച്ഛന്തി. എങ്ങനെ? സംഘദോഷേണ സാധവ. സംഘദോഷം, സത്സംഗം എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ എന്താണ്, പരസ്പരമുള്ള മനോഭാവങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള സംഘദോഷം കൊണ്ട് സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതവിടെ പറയുന്നുണ്ട്. സാധുക്കള്, സജ്ജനങ്ങളുടെ പ്രകൃതിക്ക് അല്ലെങ്കിൽ അവരുടെ ആ സ്വഭാവത്തിന് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവുന്നില്ല എന്നാണ്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ്? ആവേഷ്ടിതം സർപ്പൈ ചന്ദനം ന വിഷായത്തെ. വലിയ 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 വിഷ സർപ്പങ്ങളായാൽ പോലും അതൊക്കെ എത്ര ചുറ്റിക്കിടന്നാലും ആ ചന്ദനം അല്ലേ, അത് ഒരിക്കലും വിഷമയമായിട്ട് മാറുകയില്ല. അതുപോലെയാണ് സജ്ജനങ്ങള് എന്ന് പറയുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മള് ഈ ഒരു സുഭാഷിതത്തെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് സാധിക്കണം. ഏത് പ്രതിസന്ധികൾക്കും ഇവിടെ പരിഹാരമുണ്ട് ശരിക്കും. നമ്മളൊന്ന് മാറി ചിന്തിക്കണം, അത്രയേ ഉള്ളൂ. നമ്മുടെ ചിന്തയാണ് നമ്മളെ പലരിൽ നിന്നും നമ്മളെ അകറ്റുന്നതും പലതരത്തിലുള്ള നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഈഗോസും ഒക്കെ നമ്മളുടെ ചിന്ത തന്നെയാണ് നമ്മളുടെ ദുഃഖത്തിന് കാരണമായിട്ട് വരുന്നത് അവിടെ. അപ്പം യഥാർത്ഥത്തില് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളതാണ് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഓരോ ജീവന്റെയും സ്വാതന്ത്ര്യം. അല്ലാതെ ഒരിക്കലും അത് എന്തിനു വേണ്ടിയിട്ടാണത്? നിലവിളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ ഉള്ള ഇതിനു വേണ്ടിയിട്ടല്ല നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു അല്ലെ ചിന്തയായാലും അല്ലെങ്കിൽ ഈ ഒരു സ്വാതന്ത്ര്യം ഒരിക്കലും. അപ്പം അങ്ങനെ നോക്കുമ്പോ നമ്മള് എത്ര ജീവിത സൗകര്യങ്ങള് കൂടി വരും തോറും യഥാർത്ഥത്തിൽ മനുഷ്യരുടെ സന്തോഷം കുറഞ്ഞു വരിക. നമ്മളൊക്കെ സാധാരണ എങ്ങനെയാണ് അല്ലെ? സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിത സൗകര്യങ്ങൾ കൂട്ടുന്നത്. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. ജീവിത സൗകര്യങ്ങൾ കൂടി 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 വരുമ്പോൾ, ഇത് സ്വാമി ചിന്മയാനന്ദ സ്വാമിയുടെ വാക്കുകളാണിത്. ജീവിത സൗകര്യങ്ങൾ കൂടി വരുംതോറും മനുഷ്യരുടെ സന്തോഷം കുറഞ്ഞു വരുന്നു. ഏതാണ് ഈ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം? അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഈ ജാതിയുടെ പേരിലുള്ള അധിക്ഷേപങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ സംഘം കൊണ്ടുണ്ടാകേണ്ടത് എന്താണ്? നമ്മുടെ ഭാവത്തിന് മാറ്റം വരരുത് ഒരിക്കലും. അവരവരുടെ കാര്യങ്ങളെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് ഓരോരോ എന്താണ് ആശയങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുക. ഒരിക്കലും ഈ സംഘം കൊണ്ട് ദോഷമല്ല അവിടെ വരേണ്ടത്. പിന്നെന്താണ്? അതുകൊണ്ട് എല്ലാവർക്കും ഗുണമാണ് വരേണ്ടത്. ശരി അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇന്ന് ശാസ്ത്രങ്ങളെ തള്ളി പറയുന്നു ഓരോ സമയത്താണ്. ഇപ്പം എന്താണ് ജാതിയുടെ അധിക്ഷേപത്തെ കുറിച്ച് ഒരു എന്താണ് യൂട്യൂബിലുള്ള ഒരു പ്രധാനിയായിട്ടുള്ള ഒരാളാണ്.
ബ്രാഹ്മണരെ പുച്ഛിച്ചുകൊണ്ട് തന്നെ എപ്പോഴും സംസാരിക്കുന്ന ഒരാൾ. അയാൾ അത് ആ സമയത്ത് പറയുന്ന സമയത്തൊക്കെ പറയുന്നു, മഹാഭാരതം എഴുതിയതും രാമായണം എഴുതിയതും മറ്റ് ഇതിഹാസ പുരാണങ്ങൾ മുഴുവൻ എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ ബ്രാഹ്മണരെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ബ്രാഹ്മണരെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് മഹാഭാരതവും രാമായണവും ഇതിഹാസങ്ങളും ഒക്കെ എഴുതിയെന്ന് പറഞ്ഞ് അവിടെ ആ ബ്രാഹ്മണ പുച്ഛത്തെ ഉയർത്തി കാണിക്കാൻ വേണ്ടി അത് അവിടെ പറഞ്ഞു. ഇപ്പൊ എന്താണ്? ഇപ്പൊ അങ്ങനെയല്ല. ജാതി വിഷയ അധിക്ഷേപത്തിന്റെ കാര്യം വന്നപ്പോഴത്തേക്കും പറഞ്ഞു, രാമായണം നോക്കൂ, രാമായണത്തിൽ രാമൻ മാംസം കഴിക്കുന്നു, സീതയ്ക്ക് മാംസം കൊടുത്തു, ഭരദ്വാജ മഹർഷി വന്നപ്പം സുരയും മാംസവുമാണ് കൊടുത്തത്. അപ്പൊ രാമായണം അവിടെ എന്തായി? ശാസ്ത്രമായി. ഇപ്പം ഈയൊരു വൈരുദ്ധ്യത, ഈ ഒരു വിരോധാഭാസം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലേ? അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരസ്പരം ഈ സംഘത്തിലൂടെ, അല്ലെ, നമ്മളുടെ വാക്കുകളും നമ്മളുടെ ആശയങ്ങളും അത് എങ്ങനെയായിരിക്കണം? അത് സമദർശനത്തോടുകൂടി അത് എത്താനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കും. വെറുതെ അപ്പം നമ്മളെപ്പോഴും നമ്മളുടെ വാക്കുകളും നമ്മളുടെ പ്രവൃത്തികളും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നർത്ഥം. നമ്മളുടെ ആശയങ്ങളെ ന്യായീകരിക്കുവാൻ വേണ്ടി വളച്ചൊടിച്ചാൽ ഒരിക്കൽ ഭഗവാൻ ഇത് നേരെ തിരിച്ചൊടിക്കും. അന്ന് ബ്രാഹ്മണരെ പുച്ഛിക്കുവാൻ വേണ്ടിയിട്ട് രാമായണവും ഇതൊന്നും ശാസ്ത്രമല്ല, അതൊക്കെ മനുഷ്യനെ എഴുതിപ്പെടുത്തിയതായിട്ടുള്ള കഥകളാണെന്ന് പറഞ്ഞ് തള്ളിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ്? ഇപ്പൊ ഈ ജാതി അതിശയം വന്നപ്പോഴത്തേക്ക് എന്തായി? രാമായണവും മഹാഭാരതവും ഒക്കെ അത് ശാസ്ത്രമായി. അപ്പം ഒരിക്കലും നമ്മളുടെ വാക്കുകളോ പ്രവൃത്തികളോ ഒന്നും സ്വാർത്ഥമാവാതെ നമ്മളുടെ എന്താണ് വാക്കുകളെ ന്യായീകരിക്കാനുള്ളതായി ആകാത്ത രീതിയിൽ, ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് അങ്ങനെ അതാണ് സമദർശനം പറയുന്നത് അവിടെ. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഈ പറയുന്നവർക്കാണ് ജാതി, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പറയുന്നവർക്ക് ജാതിയുടെ ഉള്ളിൽ ഈ ഒരു ഇതിങ്ങനെ കിടക്കുമ്പം അതിങ്ങനെ പുറത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അത് എത്ര ദൂഷണം ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ജനങ്ങളിലേക്ക് ഇതിന്റെ അമ്പുകൾ അയക്കുന്നതോടെ. ഒരിക്കലും അതാവരുത് നമ്മളുടെ വാക്കുകൾ പറയാണ്. അതുകൊണ്ട് എന്ത് സന്തോഷമാണ് നമുക്കുണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു സമചിത്തതയോടുകൂടിയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ലോകത്തെ കാണാൻ സാധിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകം മുഴുവൻ സുഖമാകുക എന്നുള്ളതല്ല അവിടെ. എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും എൻ്റെ ചിന്തകളും അത്, ഹേ ഗുരുവായൂരപ്പ, എനിക്കത് സൗഖ്യമുള്ളതായി പറഞ്ഞേ. എനിക്ക് ഈ ലോകത്തോട് പെരുമാറാൻ വേണ്ടിയിട്ടാണ് ധർമ്മം, അല്ലേ? ധർമ്മം, അർത്ഥം, കാമം എന്ന് നമ്മൾ 4 പുരുഷാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ധർമ്മം എന്തിനു വേണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പം നമ്മളുടെ ചിന്തകളും നമ്മളുടെ പ്രവൃത്തികൾക്കും നമ്മളുടെ കർമ്മങ്ങൾക്കും ആധാരം എന്നുള്ളത് ധാർമ്മികമായിരിക്കണം. അപ്പോഴാണ് ലോകത്തിന് സുഖമുണ്ടാകുന്നതും ലോകം നമുക്ക് സുഖത്തെ പകരുന്നതും അവിടെയാണ്. അത് ആണ് എന്ന്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വലിയൊരു സുഭാഷിതത്തിലേക്ക് നമുക്കതിനെ സ്വീകരിക്കാൻ ഏറ്റവും വലിയതാണ്. വികൃതിം നൈവ ഗച്ഛന്തി സംഘദോഷേണ സാധവ. ഏത് സംഘം ഉണ്ടായിക്കോട്ടെ, സാധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാവത്തിന് മാറ്റം വരില്ല. എങ്ങനെ? ആവേഷ്ടിതം മഹാസർപ്പൈ ചന്ദനം ന വിഷായത്തെ. എത്രയൊക്കെ വിഷം വമിക്കുന്നതായിട്ടുള്ള സർപ്പങ്ങൾ വന്ന് ഈ ചന്ദനത്തെ എത്ര കെട്ടിപ്പിടിച്ചെന്നിരുന്നാലും ആ ചന്ദനത്തിന് ഈ ഒരു വിഷാംശം അതിലേക്ക് പകരുന്നില്ല. അതുപോലെയാണ് സജ്ജനങ്ങള്. അങ്ങനെയുള്ള സജ്ജനങ്ങളായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആ പതിവ് പോലെയുള്ള ആ പ്രാർത്ഥനയിലേക്ക് കടക്കാം. എല്ലാവരിലും ആ ദുഃഖങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കുവാൻ ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദമ്പതികളായിട്ടുള്ളവർക്കും മുത്തശ്ശന്മാരും അച്ഛനമ്മമാര്, ഗുരുക്കന്മാര്, അതുപോലെ തന്നെ ശിഷ്യന്മാരായിട്ടുള്ളവര്, അല്ലെ, വിദ്യാർത്ഥികള്, അധ്യാപകന്മാര്, ഇങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങളാണ് നമ്മളുടെ ഈ ലോകം ഇന്ന് കാണുന്നത്. അവർക്കൊക്കെ ഒരു സാന്ത്വനം ഉണ്ടാവണം. ആ സാന്ത്വനത്തിന് വേണ്ടിയിട്ട് നമ്മൾ
ഗുരുവായൂരപ്പനോട് നമുക്ക് ജ്വരസ്തുതി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം.